ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാളിദാസ് എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പോമാണ് കേട്ടോ. ലുക്ക് ടു ദിസ് ഡേ, ഇതാണ് ഇതിൻ്റെ ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഈ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തീം ഇതിൻ്റെ വരുന്നത്. നമ്മൾ ഈ മൊമെൻറ്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഡയറക്റ്റ് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. ലുക്ക് ടു ദിസ് ഡേ മീൻസ് ഫോക്കസ് ഓൺ ടുഡേ. ഇന്ന് എന്നുള്ളതിൽ ഫോക്കസ് ചെയ്യുക. ഫോർ ഇറ്റ് ഈസ് ലൈഫ്, ദ വെരി ലൈഫ് ഓഫ് ലൈഫ്. ഇതാണ് എസെൻസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എസെൻസ് എന്ന് പറയുന്നത് ഇന്നാണ്. ഈ ഒരു നിമിഷമാണ് ട്രൂലി മാറ്റർ ചെയ്യുന്നത്. ഈ ഒരു നിമിഷമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിമിഷം. ഇതാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇൻ ഇറ്റ്സ് ബ്രീഫ് കോഴ്സ് ലൈ ഓൾ ദ വെരിറ്റീസ് ആൻഡ് റിയാലിറ്റീസ് ഓഫ് യുവർ എക്സിസ്റ്റൻസ്. ഈ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടുഡേ അല്ലെ, ഇന്ന് എന്നുള്ളതിലെ ഒരു ചെറിയ ഒരു സ്പാനിലാണ് നമ്മൾ ലൈഫിലെ എല്ലാ റിയാലിറ്റീസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എവറിത്തിങ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ് ഹാപ്പൻസ് ടുഡേ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും നടക്കുന്നത് ഇന്നാണ്. ദ ബ്ലിസ് ഓഫ് ഗ്രോത്ത്, ദ ഗ്ലോറി ഓഫ് ആക്ഷൻ, ദ സ്പ്ലെൻഡർ ഓഫ് അച്ചീവ്മെൻറ്റ് ആർ ബട്ട് എക്സ്പീരിയൻസസ് ഓഫ് ടൈം. ദ ജോയ് ഓഫ് ഗ്രോയിങ് അല്ലേ, ദ ബ്ലിസ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ, ദ ബ്ലിസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്, ജോയ്, ആ വളർച്ചയുടെ ആ ഒരു സന്തോഷം. ദ പ്രൈഡ് ഇൻ വാട്ട് യു ഡു, അതാണ് ദ ഗ്ലോറി ഓഫ് ആക്ഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്കുണ്ടാവുന്ന ആ ഒരു പ്രൗഡ് ഫീലിംഗ്, ആ ഒരു ഗ്ലോറി. ആൻഡ് ദ ബ്യൂട്ടി ഓഫ് അക്കംപ്ലിഷിങ് തിങ്സ്, അതാണ് ദ സ്പ്ലെൻഡർ ഓഫ് അച്ചീവ്മെൻറ്റ്. അച്ചീവ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നേടുക അല്ലേ, അതിൻ്റെ ബ്യൂട്ടി. സ്പ്ലെൻഡർ ഉദ്ദേശിക്കുന്നത് ബ്യൂട്ടി, നമ്മൾ നേടുന്ന കാര്യങ്ങളിലെ ആ ഒരു ഭംഗി. ഓൾ ദിസ് കം ഫ്രം ദ പാസേജ് ഓഫ് ടൈം ആർ ബട്ട് എക്സ്പീരിയൻസ് ഓഫ് ടൈം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ടൈം പോകും തോറുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഓൾ ദീസ് കം ഫ്രം ദ പാസേജ് ഓഫ് ടൈം ആൻഡ് എസ്പെഷ്യലി ഫ്രം ലിവിങ് ടുഡേ. ഇന്ന് എന്നുള്ളതിൽ നമ്മൾ ജീവിക്കുന്നതിലാണ് നമുക്ക് ഇതെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ യെസ്റ്റർഡേ ഇസ് ബട്ട് എ ഡ്രീം ആൻഡ് ടുമോറോ ഇസ് ഓൺലി എ വിഷൻ. യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗോൺ. അപ്പോൾ അതൊരു സ്വപ്നം പോലെയാണ്. ഇറ്റ് ഈസ് ലൈക്ക് എ ഡ്രീം. അപ്പോൾ ഇന്നലെ എന്നുള്ളത് കഴിഞ്ഞു. ആൻഡ് ക്യാൻ ഓൺലി ബി റിമെമ്പർഡ് ആസ് എ ഡ്രീം. ഒരു ഡ്രീമായിട്ടേ അത് റിമെമ്പർ ചെയ്യാൻ പറ്റുള്ളൂ, സ്വപ്നം എന്ന പോലെ. ആൻഡ് ടുമോറോ ഈസ് ഓൺലി എ വിഷൻ. നാളെ എന്നത് ഇതുവരെ വന്നിട്ടില്ല. ഇറ്റ്സ് ജസ്റ്റ് സംതിങ് വി ഇമാജിൻ. വിഷൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇമാജിൻ ചെയ്യുന്ന, നമ്മൾ മുൻകൂട്ടി കാണുന്ന അല്ലേ, നമ്മൾ സ്വപ്നം കാണുന്നൊരു കാര്യം മാത്രമാണ് ടുമോറോ എന്ന് പറയുന്നത്. ആൻഡ് ടുഡേ വെൽ ലീവ്ഡ് മേക്സ് യെസ്റ്റർഡേ എ ഡ്രീം ഓഫ് ഹാപ്പിനെസ് ആൻഡ് എവറി ടുമോറോ എ വിഷൻ ഓഫ് ഹോപ്പ്. അതായത് ഇഫ് യു ലീവ് ടുഡേ വെൽ, ഇന്ന് നമ്മൾ നന്നായി ജീവിച്ചാൽ, യു വിൽ ലുക്ക് ബാക്ക് ഓൺ യെസ്റ്റർഡേ വിത്ത് ഹാപ്പി മെമ്മറീസ്. നമ്മൾ ഇന്ന് ഹാപ്പി ആയിട്ട് ജീവിച്ചാൽ നമ്മൾ നാളുകളിൽ ഇന്നലകളെ തിരിഞ്ഞു നോക്കും, എന്നിട്ട് പറയും അടിപൊളി മെമ്മറീസ് നമ്മൾ ഉണ്ടാക്കി എന്ന് അല്ലേ. ആൻഡ് യു വിൽ ലുക്ക് ഫോർവേഡ് ടു ടുമോറോ വിത്ത് ഹോപ്പ്. ഭയങ്കര ഹോപ്പോടുകൂടെ, പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും നമ്മൾ നാളുകളെ നോക്കിക്കാണുക. ബിക്കോസ് ടുഡേ ഈസ് വാട്ട് ഷേപ്സ് ബോത്ത്. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് ഇന്നലത്തെ കാര്യങ്ങളെയും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെയും ഷേപ്പ് ചെയ്യുന്നത്, മോൾഡ് ചെയ്തെടുക്കുന്നത്. ഇന്ന് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തോ അതിൻ്റെ റിസൾട്ടായിരിക്കും നാളെ നമ്മൾ അനുഭവിക്കുക. അതിൻ്റെ മെമ്മറീസ് ആയിരിക്കും നമ്മൾ പിന്നീട് ഓർത്ത് ആസ്വദിക്കുക. ലുക്ക് വെൽ therefore to this day such is the salutation to the ever new dawn. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ലുക്ക് വെൽ therefore to this day. ഇന്ന് എന്നുള്ള ദിവസത്തെ നമ്മൾ എപ്പോഴും അത്രയും അറ്റൻറ്റീവായിട്ട് നോക്കിക്കാണണം. ബിക്കോസ് such is the salutation to the ever new dawn. because living എന്ന് പറയുന്നത് ഇറ്റ് വെൽ അല്ലെ, നന്നായി നമ്മൾ ഇന്ന് ജീവിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു ഓണർ ഈച്ച് ന്യൂ ഡേ ദാറ്റ് അറൈവ്സ്. ഇനി വരാൻ പോകുന്ന ഓരോ ദിവസവും ഉണ്ടാവുമല്ലോ നമ്മുടെ മുന്നിൽ, അതിനൊക്കെ അത്രയും ഓണർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ വർത്ത് ആയിട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് ഈ ഒരു ജീവിതത്തിലൂടെയാണ്, ഇന്ന് നമ്മൾ ജീവിക്കുന്നതിലൂടെയാണെന്നാണ് പറയുന്നത്. സോ ഇത് എൻകറേജ് ചെയ്യുകയാണ് ഈ ഒരു പോം. ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ കേട്ടോ, ഇത്രയും പോയത്രയുള്ളൂ, വളരെ സിമ്പിളാണ്. ഇത് നമ്മൾക്ക് കാണിച്ചു തരുന്നൊരു മെസ്സേജ്, അല്ലെങ്കിൽ നമുക്ക് തരുന്നൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എൻകറേജ് ചെയ്യുകയാണ്. ഈ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കുക, അതാണ് നമ്മളെ നല്ലൊരു ലൈഫിലേക്ക് ലീഡ് ചെയ്യുള്ളൂ. നല്ലൊരു മീനിങ് ഫുൾ ലൈഫ് ഉണ്ടാവണമെങ്കിൽ ഈ പ്രസൻറ്റ് ഡേയ്സ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.